ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മറിഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസിന് നമ്മുടെ ഫൈനൽ എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഫൈനൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തിമ എക്സ്പെൻസുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് തന്നെ ഒരു റിസ്ക് കവറേജിന് വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്തിമ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ബർഡൻ ആവാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ലൈഫ് ഇൻഷുറൻസിന് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത് ഇൻ കേസ് നമ്മൾക്ക് ഒരു ഡെത്ത് സംഭവിക്കുന്ന ആ ടൈമിൽ നമുക്ക് അതല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഡെത്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ആ ഡെത്ത് ബെനിഫിറ്റ് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അത് നമ്മുടെ ഫ്യൂനറലിനും മറ്റു എക്സ്പെൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് യാതൊരു ബർഡനും കൊടുക്കാതെ നമ്മൾ അന്തിമ ചെലവുകളെല്ലാം നടത്താനുള്ളൊരു തുക കരുതി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ആ എക്സ്പെൻസിനെ അവർക്ക് നേരിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു തുകയായിട്ട് അത് കരുതാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ലോണോ മറ്റ് ബാധ്യതകളോ ഉണ്ടെങ്കിൽ അത് തീർക്കാനായി എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പല രീതിയിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടബാധ്യതകളും തീർക്കാനും നമുക്ക് വേണ്ടിയിട്ട് അവസാനമായി ചെലവഴിക്കേണ്ടി വരുന്ന എക്സ്പെൻസിന് വേണ്ടിയിട്ടും പിന്നെ അവർക്ക് കിട്ടുന്ന ഒരു തുക എന്ന രീതിയിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു തുക എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലോ ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പല ആളുകളും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് കുടുംബത്തിലുള്ള ആരോടും തന്നെ പറയാറില്ല. പ്രത്യേകിച്ച് ലൈഫ് പാർട്ട്ണറോടോ അല്ലെങ്കിൽ മുതിർന്ന മക്കളോടോ ആരോടും തന്നെ അതിനെക്കുറിച്ച് പറയാറില്ല. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോൾ പഴയ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ ആയിരിക്കാം ചിലർ ഇത്തരം ഡോക്യുമെൻ്റ് ഒക്കെ കണ്ടെടുക്കുന്നത് തന്നെ. നമ്മൾ അത്തരം മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പറയുക, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. കാരണം അതിന് കിട്ടേണ്ട ബെനിഫിറ്റ് അവർക്ക് കൃത്യസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അറിവ് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ കാര്യം ഓർമ്മ വരികയും അവരിതിന് വേണ്ട കാര്യങ്ങളും അതിൻ്റെ മറ്റു ഫോർമാലിറ്റീസുകളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടപ്പെട്ടവരോട് നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് അവർക്ക് യാതൊരു ബർഡനും നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.